സങ്കീർത്തനങ്ങൾ 115 അധ്യായം 12 വാക്യം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. അങ്ങനെ പറയാറില്ലേ? ഒരാളെ നമ്മൾ ആകസ്മികമായി കണ്ടുമുട്ടുകയാണ്. അപ്പോൾ നമ്മൾ പറയുക, ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. ഈ മനുഷ്യൻ്റെ മുഖം ഇപ്പോൾ കണ്ട വ്യക്തിയുടെ മുഖം ഞാൻ ആഗ്രഹിച്ചിരുന്നതാ, ഞാൻ കാത്തിരുന്നതാ. കർത്താവ് പറയുക, എൻ്റെ മനസ്സിൻ്റെ വിചാരം നീ ആയിരുന്നു. അപ്പോൾ സ്വർഗത്തിൻ്റെ വിചാര വിഷയമാണ് നീ എന്ന് കർത്താവ് പറയുക. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. സ്വർഗത്തിൻ്റെ മനസ്സിൻ്റെ വിഷയമാണ് നാം ഓരോരുത്തരും. എൻ്റെ പേരും സ്വർഗത്തിൻ്റെ സ്നേഹവിഷയമാണെന്ന് ഓർമ്മിപ്പിക്കുക. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു അഭിഷേകം ജനിക്കുന്ന വചനമാണിത്. എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാനിങ്ങനെ ജീവിക്കുന്നതേ ഉള്ളൂ, ആർക്കും വേണ്ടാത്ത ജീവിതം, ഇങ്ങനെ പഴി പറയരുത്. കാരണം സ്വർഗത്തിൻ്റെ വിചാര വിഷയമാണ് നീ. യു ആർ എ ബ്ലെസ്സിങ്. ആമേൻ.